വാടാ വാ നടക്ക്. മൊബൈലിനെക്കാട്ടി ഇഷ്ടം പോത്തിനോടാണ്. വാ വാ നടക്ക് വാ. സുഹൃത്തുക്കളെ, അഭിഷേകിന് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത മാണിക്യമുത്താണ് മാണിക്യം. ഈ അവധിക്കാലത്ത് മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഈ ഒരു പോത്തിനെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് അച്ഛൻ. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മാണിക്കിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ് ആറായി. എത്ര ചെറുപ്പത്തിലാണ് കൊണ്ടുവന്നത്? ഇതിന് ചെറുപ്പത്തിൽ മേടിക്കാം. ഇതെന്തൊക്കെ കൊടുക്കുന്നത്? വീട്ടിൽ നിന്ന് പുളിയരി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. പിന്നെ ചിലപ്പോഴൊക്കെ അയച്ചു കൊടുക്കും. ഇരിക്കുകയൊക്കെ ചെയ്യും, നിൽക്കുകയൊക്കെ ചെയ്യും. എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. വീട്ടിലെല്ലാവരോടും നല്ല ഇണക്കമൊക്കെയാണ്. ഞാൻ ഇനി കേട്ടില്ല. കുഞ്ഞു മണ്ടയ്ക്ക് കയറിയിരിക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ ആറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ കൊണ്ടു. ഞങ്ങളിതിനെ മൂക്കയർ പോലും ഇടാതെ വളർത്തുന്നത്. അത് അത്രയ്ക്ക് വലിയ ശല്യമൊന്നുമില്ല. അങ്ങനെ വിളിച്ചാൽ അടുത്തൊക്കെ വരും. അതുകൊണ്ട് മൂക്കയറൊന്നും ഇടത്തില്ല. ഇത് ഇങ്ങനെ പോകും. ആറ്റിലൊക്കെ പോവും. ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ ആറാണ്. അവിടെ പോയി കുളിക്കും. ഇവിടെ എന്നും ആനയൊക്കെ ഇറങ്ങുന്നതാണ്. ഇതിലേ എന്നും പോകുന്ന ആന. ഇതിലേ പോയി അക്കരയിലോട്ട് കയറും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കയറി വരും. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയില്ല, ആന അതിലെ മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ആറ്റിക്കൂടെ അക്കരയിലോട്ട് പോകെ. ഇതിലെ മേളിൽ കൂടെ വന്ന് താഴെ കൂടെ ഇറങ്ങും. അതിലേ പോയി ആറ്റിക്കൂടെ വന്നിട്ട് പിന്നെ തിരിച്ച് വരും. കഴിഞ്ഞിട്ട് അതിലേ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. എന്നും വരും ഇതിൽ. എന്നും 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരും. മേളി വനമുണ്ട്. ഇതിലേ പോകുന്നത്. ഇതുണ്ടോ ഈ പോകുന്ന വഴിയായത്. നോക്കിയിട്ടൊക്കെ പോത്തും. അച്ഛൻ കാണും കൂടെ. അതുകൊണ്ട് ഞാൻ രാവിലെ വിടും. എൻ്റെ പേര് അഭിഷേക്. എനിക്ക് ഇപ്പോൾ അവധിയൊക്കെ ആയിക്കൊണ്ട് അച്ഛൻ മേടിച്ച് വന്നത്. നേരത്തെ മേടിച്ച കൊച്ചിലെ മേടിച്ച. അപ്പോൾ ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. അവധിയൊക്കെ കഴിയുമ്പോൾ അച്ഛന് കൊടുക്കുകയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. ഇവൻ്റെ പേര് മാണിക്ക്. ഇവൻ മൂക്കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. മൂക്കയർ അതുകൊണ്ടാണ് ഇടാത്തത്. വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട്. ഇനി ഇതിലെ കൂടെയൊക്കെ എന്നും ആന വരുന്നത്. അപ്പോൾ ആന വരുമ്പം ഇവൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ വിഷയമൊന്നുമില്ല. വലിയ പാവമാണ് ഭയങ്കര. ഇപ്പോൾ എല്ലാവരും ഫോണിൽ കളിച്ചിരിക്കുമ്പം ഇതുപോലെ ഒക്കെ ചെയ്യുന്നതല്ല ഇങ്ങനെ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഇവൻ്റെ കൂടെ തന്നെ എപ്പോഴും. പിന്നെ ഇവനെ ആറ്റിലൊക്കെ കൊണ്ടുപോകും കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ ചെയ്യും. ഇവനെ രാവിലെ അഴിച്ചു വിട്ടിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് തന്നെ പോയി കൊണ്ടുവരിക. അവിടെ കൊണ്ടുവിടും. എന്നിട്ട് തിരിച്ചു വരും. ഞാൻ പഠിക്കുന്നത് ബദനി ആശ്രമ ഹൈസ്കൂളിൽ ചെറുവളങ്ങിയിലാണ്. നമുക്കത് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പോത്തുകിടാവിനെ മേടിച്ചു കൊടുത്തതാണ്. അവനാണ് നോക്കുന്നത്. അവൻ അവധി കഴിയുന്നിടം വരെ നോക്കും. പിന്നെ വൈകിട്ട് വന്ന് അവൻ അടിച്ചുകൊണ്ട് വരാനെല്ലാം കൂടും. അതുകൊണ്ടിപ്പം മൊബൈൽ കളിയൊന്നുമില്ല. അത് പോത്തിനെ നോക്കി നടക്കുന്നു. പിന്നെ അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഇടയ്ക്ക് പോകും. അല്ലാതെ വേറെ കൂട്ടുകെട്ടൊന്നുമില്ല. അത് മൊബൈലിനെക്കാട്ടി ഇഷ്ടം പോത്തിനോടാണ്. ആന ഇതിൽ സ്ഥിരം ഇറങ്ങുന്നതാണ്. ഒരു 5, 5:30, 6 മണിയാകുമ്പോഴത്തേനും ഇറങ്ങും. എന്നിട്ട് ഇതിൽ ആറ്റിൽ അക്കരെ കയറിയിട്ട് രാവിലെ വെളുപ്പിനെയാണ് കയറി വരുന്നത്. 15 വരെ വന്നതായിരുന്നു. ഇപ്പം 3 വരുന്നത്. 3, 4 ഇങ്ങനെ കൂടിയും കുറഞ്ഞും പോകുന്ന. രാത്രി പ്രശ്നം ഇതാകെ അക്കരെ കയറും. വെളുപ്പാങ്കാലത്ത് കയറി വരും. ഇവിടെ സ്ഥിരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ശല്യമില്ല ആന വലിയ. ഇവിടുന്ന് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ. ഉളികല്ല് വടശ്ശേരിക്കര ഉളികല്ല്.